അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പടവും മുട്ടയും കൂടി താളിച്ചത്. അപ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഇത്. എല്ലാവരും വെച്ച് നോക്കുക. നല്ല ചൂട് കടലിൽ കൂടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ചു വരും കേട്ടോ. പപ്പടം വെന്തേക്കണണ്ട നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ അടുത്ത എന്താ പരിപാടി? മുട്ട പൊട്ടിച്ചിടാം. മുട്ട പൊട്ടിച്ചിടാം. പൊട്ടിച്ചെതറിപ്പോയി. ഇങ്ങനെയല്ല ഇടേണ്ടത്. ഉണ്ണി പൊട്ടാൻ പാടില്ല. ടീമേ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രാവിലെ തന്നെ ജിമ്മിൽ പോയിട്ട് വന്നേണ്ടാ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അമ്മച്ചിക്കും പിന്നെ എനിക്കും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി അവിടെ രാവിലെ തന്നെ കുക്ക് ചെയ്യണമായിരിക്കും. പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് കുക്ക് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ കറി ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. മീനൊന്നുമല്ല, ഒരു സർപ്രൈസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ചോറും കൂട്ടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി. അമ്മച്ചേ എന്താണ് പരിപാടി? പരിപാടി എന്താ? കടല പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ടയും പുഴുങ്ങി. ഞാൻ അമ്മച്ചി പറഞ്ഞ സാധനം മേടിച്ചിട്ടുണ്ട്. പാല് ഫ്രിഡ്ജിലായിട്ട് വെക്കണമല്ലോ, ചീത്തയിപ്പോൾ. പാല് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കിലോ ഏത്തപ്പഴം. അതെന്തായി കാരണം ഒന്നും കഴിക്കല്. അമ്മച്ചി എന്താ പറഞ്ഞു വിട്ടത്? പപ്പടം 2 വെച്ചിട്ടുണ്ട്. ഇവിടെ പപ്പടമേ ഒരു പഴം കൊടുത്ത് പഴുതിട്ടുണ്ട്. അപ്പോൾ താനത് കഴിക്കല. പഴം ഇവിടെ വെക്കണം. പഴം മേശപ്പുറത്ത് പഴം ഫ്രിഡ്ജിൽ വെച്ചോളാം. മുട്ട പുഴുങ്ങി അമ്മച്ചി? മുട്ട പുഴുങ്ങി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിമ്മിൽ പോയിട്ട് ഇന്ന് കടല ഉണ്ടല്ലോ? കടല ഉണ്ട്. അപ്പോൾ 4 മുട്ടയുണ്ട് ഇന്ന് കഴിക്കണേ. ജിമ്മിൽ പോയിട്ട് വന്നിട്ട് പിന്നെ കടലയും കഴിക്കുന്നുണ്ട്. ഭയങ്കര വിശപ്പാ. എന്നിട്ട് കഴിക്കും. കടല എന്തായിട്ട് അമ്മച്ചി? കടലിൽ ഉപ്പും ഇത്തിരി പട്ടയും കറിയുണ്ട്. മുട്ട നമ്മൾ മഞ്ഞപ്പൊടി വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. മുട്ട വെള്ള കഴിക്കുള്ളൂ. ഇനി ഉള്ള നിങ്ങളെ കാണാതെ കഴിക്കുള്ളൂ. നിങ്ങൾ കൊത്തി പിടിക്കുന്നുള്ളൂ. എന്താ ചെയ്യാമ? പപ്പടം മുട്ടങ്ങൾ താളിക്കാന്ന് വിചാരിച്ച മീൻ കറി ഇന്നലത്തെ കൂട്ടില്ല. നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചിക്കാരുടെ മെയിൻ സംഭവമാണ് പപ്പടം താളിക്കൽ എന്ന് പറയും. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. അത് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാം. മെയിനായിട്ട് ചോറിൻ്റെ തണുത്ത ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും വലിയ ടേസ്റ്റ്. കത്തിച്ചോട്ടെ അമ്മച്ചി? അമ്മച്ചി പപ്പടം കീറണുണ്ടോ? പപ്പടം കീറിയാണ് അമ്മച്ചി ചെയ്യണേ അല്ലേ? പപ്പടം കീറിയാണ്. പിന്നെ കുടലിൻ്റെ അരിയാണ് വരെ അരിയാം. കുടൽ പറയാതെ ഇത്തിരിക്ക് മല്ലിപ്പൊടിയൊക്കെ വാട്ടിയിട്ട് കിടക്കും. അപ്പോൾ എന്തൊക്കെയാണ് അരിഞ്ഞ് വെച്ചേക്കണം അമ്മച്ചിയുടെ? ഉള്ളി, പച്ചവെള്ളം, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ചതച്ചത്, വേപ്പില അരിഞ്ഞ് വെച്ചിട്ട് പപ്പടം കീറി. നമുക്ക് 2 മുട്ട ഉണ്ടാ നമ്മൾ ചെയ്യാൻ പോണത്. 2 മുട്ട. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഉള്ളി, ചെറിയ ഉള്ളി, ഇവിടെ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പിലയും. അത്ര സാധനങ്ങളാണ് ഇപ്പോൾ എടുത്തത്. ബാക്കിയുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നാൽ പച്ചവള 2 അല്ല കേട്ടോ, അത് ഒന്നാണ്. 2 പച്ചവള എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇല്ല അത് പച്ചവള കുത്തലുണ്ടാവും. അപ്പം അമ്മച്ചി പറഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടാ. ഇഞ്ചിയൊക്കെ വളരെ കുറവാണ് എടുത്തേക്കണത്. കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അവരവർക്ക് ഇഷ്ടം പോലെ എടുക്കാം. ഇതാണ് ഇങ്ങനെ കീറി എടുക്കണം. എൻ്റെ ഇഷ്ടം ഇതാണ്. നിങ്ങളുടെ ഇഷ്ടം പച്ചവള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ചന്നം പിന്നെ കീറി എടുക്കും. ഇതണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ ചൂടായി വരും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. സ്വല്പം കടുക്, എണ്ണ തിളക്കണ്ട്. അപ്പം നമുക്ക് കുറച്ച് കടുകിടാം. കുറച്ച് കടുകായിട്ടുള്ള ഒന്ന് പൊട്ടി വന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി ഉള്ളി ഇത് പൊട്ടിയിട്ടില്ല, എല്ലാം പൊട്ടിയിട്ടില്ല. കുറച്ച് ഉള്ളി ഇടാം. ഉള്ളിയൊന്ന് മുരിഞ്ഞു വന്നു. വെളിച്ചെണ്ണ പപ്പടം വെളുക്കാണ്ട് വെളുത്തുള്ളി കൂടുതൽ. 1
സ്വല്പം വെളുത്തുള്ളി ഇഞ്ചും കൂടെ ചതച്ചത്. നല്ല മണം വേണ്ടി ഇപ്പം സൗണ്ടും പൊരിച്ച് വരുമ്പോൾ എന്തായിരുന്നു? ഇത് ഏകദേശം 30 വരുമ്പോൾ പപ്പടം ഇടാം. പപ്പടം ഇട്ടതിന് ശേഷം പച്ചവെള്ളമൊക്കെ ഇടണം. പപ്പടം ചെറുതായിട്ടൊന്ന് അല്ലേ എണ്ണയ്ക്കിരുന്ന് മൊരിയണം. വെറൈറ്റി കറിയാണ്ട ഉച്ചക്കാരുടെ കറിയാ. എണ്ണ പറ്റിയിട്ടില്ല, വെള്ളം പറ്റണം. ഉള്ളിയുടെ വെള്ളം പറ്റണം. ഉള്ളിയുടെ വെള്ളം പറ്റണം, ചെറിയൊരു ബ്രൗണിഷ് ആവും. ഇത് ഉള്ളി ഇതുപോലെ മൊരിയണം. ഉള്ളിക്ക് തണുപ്പുണ്ടെങ്കിൽ പപ്പടം മൊരിയണം. അപ്പോൾ നമ്മൾ ആ പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടം നമ്മൾ ചന്നമ്പിനും കീറി വെച്ചേക്കണേ. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെക്കണുണ്ടോ? നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. പപ്പടം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അമ്മച്ചിയുടെ സ്പെഷ്യലാണ് ഇത്. അമ്മച്ചി കണ്ടുപിടിച്ചാൽ അറിയാനിത്. അമ്മച്ചിക്ക് ഈ സൈഡിലേക്ക് കണ്ണ് കാണൂല. ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മളൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് പപ്പടം കൊണ്ടേ കരിച്ച് കളയരുത്. ഈ മഞ്ഞപ്പൊടി ഇട്ട് അടുത്തത് സ്വല്പം കുരുമുളക് പൊടി. കുരുമുളകിൻ്റെ പൊടി നമ്മുടെ കട്ടപ്പന പൊടിച്ചെടുത്തതാ. ഒറിജിനൽ കുരുമുളക് കൊണ്ടുവന്നത്. അതാണ് കുറച്ചിട്ടാൽ മതി. സ്വല്പം മുളക് പൊടി ഇടാം. മുളകിൻ്റെ പൊടി കാശ്മീരി എല്ലാം മുളക് പൊടിയല്ലേ? മുളക് പൊടിയാ. ഒരു രുചിക്ക് വേണ്ടി സ്വല്പം കറി മസാല ഇടാം. കറി മസാല എന്താ? കറി മസാല എന്തൊക്കെയാണ് ചേർന്നേക്കണേ? പട്ട കറിയാമ്പലൊക്കെ എല്ലാം ചേർക്കുന്നുണ്ട്. കറി മസാല പൊടി എന്ന് പറയുമ്പോൾ മേടിക്കാൻ കിട്ടും കടയിൽ കേട്ടാ. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ അമ്മച്ചി? മല്ലിപ്പൊടി വേണ്ട. മല്ലിപ്പൊടി വേണ്ട. മല്ലിപ്പൊടി വേണ്ട. ഈ സൈഡ് അമ്മച്ചിയുടെ എനിക്ക് കാണാം, നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് മതിയോ? ഇത്ര സാധനങ്ങളിട്ട് നമ്മൾ പിന്നെ എന്താ കഴിക്കാം? നമ്മൾ വെള്ളം ഒഴിക്കാം അല്ലേ? പച്ചവെള്ളം ഒഴിക്കാം. പപ്പടം ഇത്തിരി കൂടി ശരിയാവാനുണ്ട്. കിളിങ്ങേണ്ട ആവശ്യമില്ല അല്ലേ? നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. സ്വല്പം ഉപ്പിടാം. ഉപ്പ് നോക്കിയിട്ടിട്ടാൽ കല്ലുപ്പ് നോക്കിയിട്ടാതെ പപ്പടം നിൽക്കൊണ്ടാവേ. നോക്കാതെ ഉപ്പിടാൻ പറ്റൂല. കുറച്ചും കൂടി വെള്ളം തിളച്ചു വരട്ടെ ഇത് അല്ലേ അമ്മച്ചി? അപ്പം മുട്ട എപ്പോഴും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കഴുകണം കേട്ടോ ഇതുപോലെ അല്ലേ അമ്മച്ചി? അങ്ങോട്ട് കഴുകണം. അടുത്ത നമുക്ക് തിളച്ച് കഴിയുമ്പോൾ മുട്ടയിടല പരിപാടി. മുട്ട കോഴി ഇട്ടോളും, എന്നാലും നമ്മൾ മുട്ട പൊട്ടിച്ചിട്ടോളണം. അപ്പോൾ ഇതുപോലെ തിളച്ച് വരും കേട്ടോ. പപ്പടം വെന്തേക്കണണ്ട, നല്ല ഭംഗിയല്ലേ കാണാണ്ട്. അപ്പോൾ അടുത്ത എന്താ പരിപാടി അമ്മച്ചി? മുട്ട പൊട്ടിച്ചിടാം. മുട്ട പൊട്ടിച്ചിടാം. പൊട്ടിച്ചെതറിപ്പോയി. ഇങ്ങനെയല്ല ഇടേണ്ടത്. ഉണ്ണി പൊട്ടാൻ പാടില്ല. അടുത്തിട്ടോ? അടുത്തിടണേ. ഇത് ആവട്ടെ. ആദ്യത്തെ മുട്ട ഒന്ന് വാടണം. ഇതുപോലെ ഇരുന്നു. അമ്മച്ച ആദ്യം പൊട്ടിച്ചപ്പോൾ ഇത്തിരി ചെതറിപ്പോയി. കുഴപ്പമില്ല, ചെതറിയാലും. അപ്പോൾ ഇതൊന്ന് നമ്മൾ വെന്ത് തന്നെ മുട്ട ഇതണ്ട ഭംഗിയുണ്ട് അതിൻ്റെ കറിയുടെ.
വെന്ത് വരുമ്പോൾ സെറ്റാണ്. ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല, ഇതൊരു സെമി ഗ്രേവിയാണ്. വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിനി കാണിക്കാം. ഇത് മൂടി വെക്കണത് നല്ലതാണ്. അപ്പോൾ മൂടി വെച്ച് വേവിക്കാം. എന്തുണ്ടാവും അമ്മച്ചി? എന്നിട്ട് മുട്ടക്കറി അതില്ല ഇവിടെയാണ്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അല്ലേ? ഉപ്പുണ്ടോ? ആ ഉപ്പുണ്ട്. മുട്ട ഞാൻ പൊട്ടിച്ചതേ ചെതിരിപ്പോയി. അത് കുഴപ്പമില്ല, ഒരെണ്ണം കറക്റ്റായിട്ട് കിട്ടിയല്ല. ചോറെടുക്കാൻ വേണ്ടി പോകും. നമ്മളൊരു സാധനം മറന്നുപോയി അമ്മച്ചിടാൻ. സാധനം ഓർക്കണ്ട. വേപ്പില എന്നാൽ ഇട്ടോ, വേപ്പിലിട്ടോ. വേപ്പിൽ നമുക്ക് ഇടക്കായിട്ടുണ്ടായിട്ടാ, മറന്നുപോയി. അമ്മച്ചി പിന്നെ അങ്ങനെ മറിയിടാ. ഓഫ് ചെയ്യാം അമ്മച്ചി. നല്ല അടിപൊളി കറി. ചോറെടുക്കാൻ പോണ്ട, കുറച്ചെടുത്താൽ മതി. മതി വേണമെങ്കിൽ എടുക്കാം. ജിമ്മിനോടാണ്ടേ ചോറത്തിൽ കുറച്ചേക്കണേ ഇപ്പം. അല്ലെങ്കിൽ ഒരുപാട് തിന്നല്ല ജിമ്മിൽ പോകണോണ്ട്. ഇട്ടേം നമ്മുടെ മുട്ട താളിച്ചതും പപ്പടം കൂടി ഇട്ടേ ചോറിൻ്റെ പുറത്തേക്ക്. സൈഡിലുണ്ട്, ചോറിൻ്റെ പുറത്തേക്ക് ഇട്ടാൽ മതി. അങ്ങനെ തന്നെ ഇട്ടൊരു ചാറും കൂടി ഇട്ടോ. പപ്പടം ഇടട്ടെ ഇത്തിരി? പപ്പടം ഇട്ടോ. 5 മിനിറ്റ് പോലും പിടിക്കൂല കേട്ടോ ഇത് വെക്കണേന്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ട് വിവരം പറയാം ചേച്ചി. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പടവും മുട്ടയും കൂടി താളിച്ചത്. അപ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഇത്. എല്ലാവരും വെച്ച് നോക്കുക. നല്ല ചൂട് കടല കൂടി കഴിച്ചിട്ടുണ്ട്. കടല നമുക്ക് പിന്നെ കഴിക്കാം. കടലയും മുട്ടയും കഴിക്കാറുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ടാക്കി നോക്കട്ടാ. എന്താ ആൾക്കാർക്ക് പറയാനുള്ള? പപ്പടയും മറ്റോട് താളിക്കണതൊക്കെ കണ്ടല്ല, നിസ്സാര പണിയാണ്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാം. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. തെറ്റായ ഭാഗങ്ങൾക്ക് നിങ്ങൾ ചൂണ്ടിപ്പറയുക. ഓക്കെ.